അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ആദരണീയരായ കർത്തൃദാസന്മാർ, വാത്സല്യ ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. പല സമയമേഖലകളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനത്തിന്റെ മുമ്പിൽ സന്തോഷിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കുന്നതോർത്ത് സ്തോത്രം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, സഹകരണത്തിന് ഒക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളേവർക്കും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ നന്ദിയും സ്തോത്രവും ഒക്കെ അർത്ഥത്തിൽ ഏതാണ്ട് ഒന്ന് തന്നെയാണെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം അതിന് സ്തോത്രം എന്നാണ് പറയുന്നതെന്ന് മാത്രം. നന്ദിയുള്ളവരായി നമുക്ക് ആയുഷ് പര്യന്തം ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ എന്നും ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകാം. ഇന്നലെ നമ്മൾ അതിന്റെ 4-ാമത്തെ വാക്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നും കൂടെ നമുക്ക് ആ 4-ാമത്തെ വാക്യം വായിക്കാം. Then I heard another voice from heaven saying, "Come out of her, my people, lest you take part in her sins, lest you share in her plagues." A call to be separated. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവജനത്തിന് വേണ്ടിയുള്ള ദൈവേഷ്ടം നിറവേറ്റുവാൻ അവർക്കായുള്ള ദൈവത്തിന്റെ കൽപ്പന. നാം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് തെസലോനിക്കർക്കുള്ള പൗലോസിന്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ കാണുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. അതെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം നമ്മൾ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ്. എഫേസ്യർ 1-ന്റെ 4-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നു. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം. തന്റെ പ്രിയപുത്രനായ ക്രിസ്തുവേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്തത് നാം തിരുസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന്. ഒരു ദിവസം കൊണ്ട് നമുക്കത് ആയിത്തീരാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്നുള്ളത് പൊടുന്നനവേ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ നടക്കുന്ന, ദൈവം ചെയ്യുന്ന ഒരു ക്രിയ. പക്ഷേ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളത് ലൈഫ് ലോങ് പ്രോസസ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഒരു വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരാൾ, നീതീകരിക്കപ്പെട്ട ഒരാൾ എന്നാണ്.
ഒരു രക്ഷിക്കപ്പെട്ട അല്ലെ നീതീകരിക്കപ്പെട്ട വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊണ്ട് മാത്രമേ വിശുദ്ധീകരണത്തിലേക്ക് എത്തുന്നുള്ളൂ. എന്നാലും അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ തികവിലേക്ക് എത്തുന്നില്ല. സ്തോത്രം. നേരത്തെ നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. എൻ്റെയും ഡോക്ടർ സാജുവിൻ്റെയും വർക്കിച്ചായൻ്റെയും ആനി സിസ്റ്ററിൻ്റെയും സുജ സിസ്റ്ററിൻ്റെയും സൗമ്യമാമയുടെയും എല്ലാവരുടെയും നീതീകരണത്തിൻ്റെ നിലവാരം ഒന്ന് തന്നെ. നമ്മുടെ എല്ലാവരുടെയും നീതീകരണം ഒരേ സ്റ്റാൻഡേർഡാ, ഒരേ നിലവാരമാണ്, ഒരേ അളവാ, ഏറ്റക്കുറച്ചില്ല. കാരണം നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ അല്ലെ ന്യായപ്രമാണത്താലുള്ള സ്വന്തം നീതി അല്ല. പിന്നെ ബാക്കി പറയാമല്ലോ. ക്രിസ്തുവിന്റെ നീതി. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവനീതി തന്നെ ക്രിസ്തുവിന്റെ നീതിയാണത്. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസ് ഫിലിപ്പിയർ 3:9 തൊട്ടുള്ള വാക്യങ്ങളുടെ കാര്യം പറയുന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, പിന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിന്റെ നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. നമുക്കെല്ലാവർക്കും ഉള്ള നീതിയുടെ നിലവാരം ഒന്ന് തന്നെ. അത് നമുക്കെല്ലാവർക്കും വിശ്വാസത്താൽ ദാനമായി ലഭിച്ചതാണ്. അത് യേശുക്രിസ്തുവിന്റെ നീതിയാണ് നമ്മുടെ പേരിൽ കണക്കിടുന്നത്. റോമർ 4-ാം അധ്യായത്തിലും അക്കാര്യം ആവർത്തിച്ച് പൗലോസ്ലീഹ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നീതി അതിപ്പോ എനിക്ക് ലഭിച്ചാലും ജോയിക്കുട്ടിച്ചാന് ലഭിച്ചാലും ഒരു വ്യത്യാസമില്ല, ഒരേ നിലവാര. നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്ന നീതിയായിരുന്നെങ്കിൽ അതിന് തീർച്ചയായിട്ടും വ്യത്യാസം വന്നേനെ. എന്നാൽ വിശുദ്ധീകരണം എന്നുള്ളത് അങ്ങനെയല്ല. അത് നമ്മൾ ഓരോരുത്തരും തികച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ അളവിൽ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. വിശുദ്ധീകരണത്തിൽ ഞാനും ബാബു അങ്കിളും ഒരേ നിലവാരത്തിലായിരിക്കില്ല. ആകാം ഒരു പക്ഷേ ആയിരിക്കില്ല എന്നുള്ളൂ. കാരണം വിശുദ്ധീകരണത്തിന്റെ ഒരേ നിലവാരമുള്ള പലര് കാണും. അങ്ങനെ പലരുടെയും വിശുദ്ധീകരണത്തിന്റെ അളവ് ചിലപ്പോൾ ഒരേപോലെയൊക്കെ ആകാം. എന്നാൽ പൊതുവെ പറഞ്ഞാൽ അത് വ്യക്തിപരമായതുകൊണ്ട് ആയുഷ്കാലത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായതുകൊണ്ട് നമ്മുടെ പങ്ക് അതിൽ വളരെ ഏറെ ഉള്ളതുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ നിലവാരം വ്യത്യസ്തമായിരിക്കും. അതിന് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ സമർപ്പണത്തിന്റെയും വേർപാടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ദൈവത്തിന് എക്കാലത്തും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ശുദ്ധിയുള്ളവരാകണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ, നമ്മുടെ, എൻ്റെ വിശുദ്ധീകരണം തന്നെ, ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലാണല്ലോ നാം അത് വായിക്കുന്നത്, നമുക്ക് പരിചയമുള്ളത്. അവിടെ നമ്മൾ കാണുന്നു, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിക്കത്രേ.
ദൈവം നമ്മെ വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ അതേ ആഹ്വാനം ദൈവം കൊടുക്കുക. എന്റെ ജനം, എന്റെ ജനമേ. അതുകൊണ്ട് 4-ാം വാക്യം ദൈവത്തിന്റെ വാക്കുകളായിട്ട് കണ്ടു. അവിടെ പറയപ്പെടുന്നത് മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരാണ്. എന്നാൽ എക്കാലവുമുള്ള വിശുദ്ധന്മാർക്ക് ദൈവം വെച്ചിട്ടുള്ള പൊതു തത്വമാണ് താനും. അത് നമ്മൾ പഴയ നിയമത്തിൽ സൃഷ്ടിയുടെ കാലം മുതൽ തന്നെ, ഉൽപ്പത്തി 1:3 മുതൽ തന്നെ നമ്മൾ ആ കാര്യം കണ്ടു. പുതിയ നിയമത്തിലും അത് ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും നമ്മൾ ചിന്തിച്ചിരുന്നു. അതിലെന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ, വ്യക്തത വരേണ്ടതായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്ന് മൗനത്തിൽ നിന്നും മനസ്സിലാക്കട്ടെ. ഒന്ന് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ കൂടെ അതോട് ചേർത്ത് നമുക്ക് വായിക്കാം. 1 Corinthians 6:14 and 15. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. അടുത്തതും കൂടെ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അപ്പം പുതിയ നിയമസഭയോടും 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പമാണ് അത് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണിയായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. യെശയ്യാവിൽ നിന്നും യിരെമ്യാവിൽ നിന്നും. ഇപ്പോൾ നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ് പറയുകയാണ്, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. സ്തോത്രം. 1 യോഹന്നാൻ 5-ന്റെ അവസാനത്തെ വാക്യം, 21-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5:21. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. അപ്പം ദുർനടപ്പ് വിട്ടോടുവീൻ, വിഗ്രഹാരാധന വിട്ടോടുവീൻ, ദ്രവ്യാഗ്രഹം വിട്ടോടുവീൻ എന്നൊക്കെയുള്ള കൽപ്പനകൾ നമുക്ക് പുതിയ നിയമത്തിൽ ലഭിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 5:22 വാക്യവും കൂടെ. 1 Timothy 5:22. ഇല്ലേ? Do not be hasty in the laying on of hands, nor take part in the sins of others. Keep yourself pure. സ്തോത്രം. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. Do not take part in the sins of others.
എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പാപങ്ങളിൽ പങ്കാളിയാകാതെ നിന്നെ തന്നെ സൂക്ഷിക്കുക. ഓടിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം. അക്ഷരീയമായ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവ് നമുക്കതിനുണ്ട്. യോസേഫ്. യോസേഫിന്റെ രണ്ടാം മുണ്ടൊന്നും ആയിരിക്കത്തില്ല വിട്ടിട്ട് ഓടിയത്. വസ്ത്രം തന്നെ ഉരിഞ്ഞിട്ടിട്ടായിരിക്കും അവൻ ഓടിയത്. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തീ പിടിച്ചാൽ നമ്മൾ പിന്നെ അവിടെ നാണമൊന്നും നോക്കത്തില്ല. ജീവനാണ് വലുത്. നമ്മുടെ വസ്ത്രത്തിലെങ്ങാനും നമുക്ക് അറപ്പുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ, നമുക്ക് വെറുപ്പുള്ള വല്ല പ്രാണിയും വന്നാൽ, പാമ്പോലോ ആണെങ്കിൽ പറയാൻ വേണ്ട, നമ്മൾ ഉരിഞ്ഞിട്ടിട്ടോടും. നഗ്നതയെ നമ്മൾ ഭയപ്പെടില്ല. ജീവനാണ് നമുക്കവിടെ വലുത്. അതുപോലെ നമ്മളെ ദഹിപ്പിച്ചു കളയാൻ പ്രാപ്തമായ അഗ്നിയേക്കാൾ ഘോരമാണ് പാപം. സ്വന്തം പാപം മാത്രമല്ല, അന്യന്റെ പാപം പോലും. യൂദായും ആ കാര്യം നമ്മോട് പറയുന്നത് നമുക്കറിയാമല്ലോ. യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ. Jude 21 to 23. Keep yourselves in the love of God, waiting for the mercy of our Lord Jesus Christ that leads to eternal life, and have mercy on those who doubt. Save others by snatching them out of the fire. To others show mercy with fear, hating even the garment stained by the flesh. Hating even the garment stained by the flesh of others. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. ജീവനില്ലാത്ത വസ്തുവാ. അതിൽ നിന്നു പോലും ഒരു വിശുദ്ധൻ വേർപെട്ടവനാകണം. വേറെ ഒരുത്തന്റെ പാപത്തിൽ പോലും നമ്മൾ പങ്കാളികൾ ആകരുത്. അവരുടെ പാപങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്നത് ആ പാപം ചെയ്തതുകൊണ്ടാകണമെന്നില്ല. ആ പാപം ചെയ്തവരോടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ കൊണ്ടുപോലും, സംബന്ധം കൊണ്ടുപോലും നമ്മൾ അവരുടെ പാപങ്ങളിൽ പങ്കാളികളാകാം. ആവർത്തിക്കുന്നു, മറ്റുള്ളവരുടെ പാപങ്ങളിൽ, അശുദ്ധികളിൽ നമ്മൾ പങ്കാളികളാകുന്നത് അവരെ പോലെ പാപം ചെയ്തതുകൊണ്ടാകണമെന്നില്ല. പ്രത്യുത നമുക്ക് അങ്ങനെയുള്ളവരോട് അവിശുദ്ധമായ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ മതി. എങ്കിൽ നമ്മളും അതിൽ പങ്കാളികൾ ആയതായിട്ട് കണക്കാക്കപ്പെടും. നേരത്തെയൊക്കെ ഞാനൊക്കെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് പോലും, അന്നൊക്കെ ആണെങ്കിൽ ഇട്ടുകൊണ്ട് പോകുന്ന വസ്ത്രമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വടി പോലാകുമായിരുന്നു. ഇട്ടേക്കുന്ന വസ്ത്രത്തിലൊക്കെ ഉപ്പിന്റെ തരി ഇങ്ങനെ ഇരിക്കും. തുണി തൂത്തൽ, തുണി ഈ വിയർപ്പ് ഉണങ്ങി കഴിഞ്ഞൊന്ന് തൂത്തിട്ടാൽ ഉപ്പ് തരികൾ വീഴുമായിരുന്നു. അന്നൊക്കെ ഭക്ഷണം പോലും ശോഭയില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നു കുറച്ച് വർഷങ്ങൾ. അപ്പോൾ വീട്ടിൽ ഭക്ഷണ സാധനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കായതുകൊണ്ട്, ഉണ്ടാക്കാനൊന്നും ഒക്കാത്തത് കൊണ്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല.
ഹോട്ടലിൽ പോയി കഴിക്കുന്ന സ്വഭാവം ഇല്ല, പൈസയും ഇല്ല, അതിനുള്ള കാശുമില്ല. അപ്പം നല്ലപോലെ വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, ബലമില്ല. എന്നാലും ശരി, ആരെങ്കിലും ഒക്കെ നടന്നു പോകുന്നതൊക്കെ കണ്ടാൽ അവരെ സൈക്കിളിന്റെ പുറകിലിരുത്തി ചവിട്ടിക്കൊണ്ട് പോകുമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്കാണെങ്കിൽ കൊണ്ടുവിടുമായിരുന്നു. പിന്നെ ചിലപ്പോ ഉന്തുവണ്ടിയിലൊക്കെ ആൾക്കാര് ഇങ്ങനെ ഭാരം വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ ചിലപ്പോ സൈക്കിളിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു കൈ ഉണ്ടെങ്കിലും അവർക്ക് തള്ളിക്കൊടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മനുഷ്യൻ 2 തോളയിലും ഭാരമുള്ള കുറെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടന്നു വരുന്നു. ഞാൻ അടുത്തടുത്ത് വന്ന് വണ്ടിക്ക് ബ്രേക്ക് ഒക്കെ ചവിട്ടി. ഇപ്പൊ സൈക്കിളിലല്ല യാത്ര എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെ കയറ്റി ഇരുത്തണോ, അദ്ദേഹത്തെ കൂടെ എവിടെയെങ്കിലും കൊണ്ട് വിടണോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും വീട്ടിലേക്ക് പോരുന്നു. ചിലരൊക്കെ ആണെങ്കിൽ കൈ കാണിക്കും, പക്ഷെ ഇപ്പം നിർത്താറും ഇല്ല, കയറ്റാറും ഇല്ല. പേടിയുണ്ടാ. പണ്ടൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആർക്കറിയാം, ഒരാൾ കൈ കാണിക്കുക, ഇവൻ വല്ല കുറ്റകൃത്യവും ചെയ്തിട്ട് ഒളിച്ചോടുകയാണോ, നമ്മുടെ വണ്ടിയെ കയറി നമ്മൾ ഇവനെ എവിടെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടു. ഇന്ന് റോഡിലും വീടുകളിലും കടകളിലും ഒക്കെ ക്യാമറകളുണ്ട്. ഇതിനകത്ത് കണ്ടു ഇന്ന പുള്ളി ഇന്ന വണ്ടിയെ കയറിയ പോയെന്ന്. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അവന്റെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി തീരുക. ചിലപ്പോൾ അവിടെ നിന്നും നമുക്കൊന്ന് ഊരിപ്പോരാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചാലും നിർത്താറും കയറ്റാറും ഇല്ല. കാരണം ഇതാണ്, അവരുടെ കുറ്റകൃത്യത്തിൽ നമ്മളും അറിയാതെ പങ്കാളിയായേക്കാം. അങ്ങനെ ആയിട്ടുള്ള പലരെയും നമുക്കറിയാം. പത്രവാർത്തകളിലൊക്കെ നമ്മളത് കാണാറുണ്ട്. കുറ്റവാളികൾക്ക് അഭയം കൊടുത്തവരെയും അറസ്റ്റ് ചെയ്യുന്നു. കുറ്റവാളികൾക്ക് വാഹനം കൊടുത്തവരെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന കുറ്റം. ഇത് ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണെങ്കിൽ, ഇതുപോലെ തന്നെ പാപത്തിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ബന്ധം നമ്മെ അതേ കുറ്റകൃത്യത്തിൽ പങ്കാളികളാക്കും, പാപത്തിന്റെ ഓഹരിക്കാരാക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, എന്റെ ജനമേ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുപോരുക. കാരണം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ബാബിലോണിന്റെ പാപത്തിൽ കൂട്ടാളികളാകരുത്, അവളുടെ ബാധകൾക്ക് ഓഹരിക്കാരും ആകരുത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് വ്യക്തമാണല്ലോ. അല്ല, അതുപോലെ തെറ്റില്ലേ പാപം കണ്ടു രസിക്കുന്നതും? പാവക്കാർ കൂട്ടാളി ആയില്ലെങ്കിലും പാപം കാണുന്നത് തന്നെ ഒരു ക്രൈമല്ലേ? പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ കൊണ്ട് എങ്കിലും ഈ പ്രത്യേക പദത്തോടുള്ള ബന്ധത്തിൽ
അതിന്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ. 2 Peter 2 verses 13 and 14. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയം ഉള്ളവരുമായ ശാപയോഗ്യന്മാർ. കൃത്യതയോടെ പത്രോസ്ലീഹ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം തരുന്നു. ഇതിനെ ഞാൻ വിളിക്കുന്നത് പാസീവ് സിൻസ് എന്ന്. നമ്മൾ സ്വയം പാപത്തിൽ അകപ്പെടുന്നില്ല, അല്ലെങ്കിൽ പാപം ചെയ്യുന്നില്ല. പക്ഷേ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നു? പാപത്തിൽ രസിക്കുന്നു. അത് ഏത് വിധ പാപവും ആയിക്കൊള്ളട്ടെ. പലർക്കും ഇഷ്ടമുള്ള പാപങ്ങൾ വേറെ വേറെ ഉണ്ട്. എനിക്കിഷ്ടമുള്ള പാപം ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. വർക്കിച്ചാൻ രസം തോന്നുന്നതിലായിരിക്കത്തില്ല എനിക്ക് രസമെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടുപേർക്കും ഏതിലൊക്കെയോ രസമുണ്ട്. അത് ചെയ്യണം എന്നില്ല. പക്ഷേ അതിൽ രസിച്ചാൽ മതി. പാസീവ് സ്മോക്കേഴ്സ് ആർ ഇൻ മോർ ഡേഞ്ചർ ദാൻ ദി ആക്റ്റീവ് സ്മോക്കേഴ്സ്. പുക വലിക്കുന്നവരെക്കാൾ അടുത്ത് നിന്ന് അവർ ഊതിവിടുന്ന പുക ശ്വസിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം. ഇതുപോലെ പാപം ചെയ്യണമെന്നില്ല. പാപത്തിൽ രസിക്കുന്ന ഒരു ഹൃദയമുണ്ടായാലും അതും പാപം ചെയ്യുന്നതിന് തുല്യമാണ്. മത്തായി 5:26, 27, 28 വാക്യങ്ങളിൽ ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഹൃദയം കൊണ്ടുള്ള പാപം. അതുകൊണ്ടായിരുന്നു നമ്മൾ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് 5-6 കാര്യങ്ങളെ പറ്റി എടുത്തു പറയുമായിരുന്നത്. holiness or purity in our thoughts, imaginations, emotions, will, memory, and even in feelings. ആവർത്തനമാണെന്ന് എനിക്കറിയാം. ഇടയ്ക്കൊക്കെ ആവർത്തനവും ഓർമ്മ പുതുക്കാൻ നല്ലതാണല്ലോ. നമുക്ക് കർമ്മങ്ങളിൽ മാത്രം പോരാ, ക്രിയകളിൽ മാത്രം പോരാ വിശുദ്ധി. ഇന്നലെ നമ്മൾ ആ കാര്യം ഒടുവിൽ പറഞ്ഞിരുന്നു. വിശുദ്ധമായ കർമ്മങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും അകമേ ഞാൻ അശുദ്ധനായിരിക്കാം, പാപമുള്ളവനായിരിക്കാം. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഹോളിനെസ് ഓർ പ്യൂരിറ്റി ഇൻ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളിൽ അഥവാ വിചാരങ്ങളിൽ നമുക്ക് വിശുദ്ധരാകണം. ഇൻ ഇമാജിനേഷൻസ്, സങ്കല്പങ്ങളിൽ വിശുദ്ധി പാലിക്കണം. ഇമോഷൻസ്, വികാരങ്ങളിൽ വിശുദ്ധരാകണം. ഡിസയേഴ്സ് ആൻഡ് വിൽ, ഇച്ഛകളിൽ, ആഗ്രഹങ്ങളിൽ വിശുദ്ധരാകണം. മെമ്മറി, ഓർമ്മകളിൽ വിശുദ്ധി പാലിക്കണം. ആൻഡ് ഈവൻ ഇൻ ഫീലിങ്സ്, നമ്മുടെ തോന്നലുകളിൽ പോലും.
It is very easy to be holy in our words and deeds than in these 5 areas or 6 areas. ഇപ്പോൾ പറഞ്ഞ 6 മേഖലകളിൽ നാം വിശുദ്ധരാകുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നമുക്ക് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിശുദ്ധരാകാൻ. അത് പോരാ. ദൈവം അതിനെയല്ല നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നല്ലോ, ക്യാരക്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവർ കോണ്ടക്ട്. നമ്മുടെ പെരുമാറ്റത്തെക്കാൾ പ്രസക്തം, പ്രധാനം നമ്മുടെ സ്വഭാവമാണെന്ന്. സ്തോത്രം. പണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ പലരും ഹൃദയം കൊണ്ട് കാക്കയും വേഷം കൊണ്ട് പ്രാക്കളുമാണ്, അതും വെള്ളരി പ്രാക്കളും. ഹൃദയം കൊണ്ട് കാക്കയാ, ശവം തിന്നുന്ന സാധന. കൊഴുത്തതും നാറിയതുമൊക്കെ കൊത്തി വലിച്ച് ആർത്തിയോടെ തിന്നുന്ന കാക്കയാണ് അകമേ. എന്നാൽ പുറമെയോ വെള്ളരിപ്രാവ്, നല്ല ഒന്നാന്തരം. പക്ഷേ ദൈവസന്നിധിയിൽ അത് വിലപ്പോവില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, വിട്ടുപോരുക. പാപം കണ്ട് രസിക്കുന്നവരായി തീരരുത്. പാപത്തിൽ നാം രസിക്കരുത്. അവിടെയാണ് ഹേറ്റ്രഡ് ടുവേർഡ്സ് സിൻ, പാപത്തോടുള്ള വെറുപ്പിന്റെ പ്രസക്തി. പലരും പാപം എന്തുകൊണ്ടൊക്കെയോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ പാപത്തോട് വെറുപ്പില്ല. പാപം ചെയ്യാതെ വിട്ടുനിന്നാൽ മാത്രം പോരാ, പാപത്തോട് വെറുപ്പുണ്ടാകണം. സദൃശ്യവാക്യങ്ങൾ 8:13, Proverbs 8:13. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. സ്തോത്രം. ദോഷത്തെ വെറുക്കണം. അതിന്റെ തന്നെ 3:7 നാം കാണുന്നുണ്ട്, ഡിപ്പാർട്ട് ഫ്രം ഈവിൾ. എടുത്തോ, യഹോവ ഭക്തിയുടെ മറ്റൊരു ലക്ഷണമാണ് പറയുന്നത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. യഹോവയെ ഭയപ്പെടുക എന്നതാണല്ലോ യഹോവ ഭക്തി എന്ന് പറയുന്നത്. യഹോവ ഭക്തൻ എന്ത് ചെയ്യും? ദോഷത്തെ വിട്ടുമാറും അഥവാ വിട്ടകലും. Godliness is something that helps us to depart from evil. യഹോവ ഭക്തി കൊണ്ട് നമുക്ക് ദോഷത്തെ വിട്ടുമാറാം. അപ്പോഴും ഹൃദയത്തിനകത്ത് പാപത്തോട്, ദോഷത്തോട് വെറുപ്പില്ലാതിരിക്കാം. അതുകൊണ്ടാണ് 8:13 പറഞ്ഞത്, എന്തേ? പാപത്തെ വെറുക്കുന്ന ഒരു സ്വഭാവം. സ്തോത്രം. യെസ്, അത് തന്നെയാണ് നമ്മൾ യൂദ 23 വായിച്ചത്. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്, ഹേറ്റിംഗ് ഈവൻ ദ ഗാർമെന്റ്സ് സ്പോട്ടഡ് ബൈ, ഡിഫൈൽഡ് ബൈ ദ ഫ്ലഷ്. പാപത്തോട് അത്ര കണ്ട് വെറുപ്പ് നമുക്കുണ്ടാകും. പാപത്തിൽ ഒരിക്കലും രസിക്കരുത്. അവരവർ ഒന്ന് നോക്കിക്കോണം. ഏതെങ്കിലും പാപത്തിൽ രസിക്കുന്ന, പാപം ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യുന്നില്ല, പാപത്തിൽ രസിക്കുന്ന സ്ഥിതി.
ആ രസിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ചിന്തകളിലൂടെയാകാം, ഓർമ്മകളിലൂടെയാകാം, വികാരങ്ങളിലൂടെയാകാം, സങ്കല്പങ്ങളിലൂടെയാകാം, ഒരു തോന്നലിലൂടെയാകാം. അതൊരു പക്ഷേ കാഴ്ചയിലൂടെയാകാം. വീഡിയോസ്, TV പ്രോഗ്രാംസ്, സിനിമ തുടങ്ങിയുള്ള വിഷ്വലായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ കാണുന്നതിലൂടെ നമുക്ക് പാപം ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലും അത് പാപമാണ്. സിനിമ പോലെയുള്ള കാര്യങ്ങൾ ഭക്തന്മാർ കാണരുതെന്ന് പറയുന്നത് ഇക്കാരണത്താലാണ്. അതുപോലെ വാർത്തകൾ വായിക്കുന്നതിലും ഈ രസം കിട്ടും. ചില പ്രത്യേകതരം പാപങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവർക്കൊരു സ്കൂപ്പ് കിട്ടാൻ വേണ്ടി പത്രക്കാര് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എഴുതി വിടുകയോ പ്രത്യേകിച്ച് എല്ലാ ചർച്ചകൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അവർക്ക് ആ വിഷയത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്കൊരു ഒരു ബൂം കിട്ടണം. അവർക്കൊന്ന് കൂടുതൽ വായനക്കാരോ കാഴ്ചക്കാരോ ഒക്കെ ഉണ്ടാവണം. അതിന് പൊതുജനത്തിന്റെ ഹൃദയ ഇഷ്ടമനുസരിച്ചുള്ള രീതിയിൽ ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒരു സെൻസേഷൻ. അപ്പം ഇങ്ങനെ ഏത് സംഗതി ചെയ്താലും ശരി, ജനത്തിന്റെ വികാരങ്ങളെ ഇളക്കി അത് നിമിത്തം പാപം ചെയ്യുന്നതോ ജയിക്കുന്നതോ ഒന്നും അവർക്കൊരു വിഷയമല്ല. പക്ഷെ നാം പത്രോസ് പറഞ്ഞ തരത്തിലുള്ള പാപങ്ങളിൽ അകപ്പെടരുത്. പാസീവ് സിൻസ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. ആക്റ്റീവായി നമ്മൾ അതിൽ പങ്കാളികളായില്ലെങ്കിലും, അത് കണ്ട് രസിക്കുന്നവരായാലും ഒരേപോലെ തന്നെ ശിക്ഷാവിധി വരുത്തുന്ന പാപമാണ്. സ്തോത്രം. വ്യക്തമായി കാണണമല്ലോ. താങ്ക് യു. അധ്യായം മുഴുവനും ആ കാര്യമാണ് പത്രോസ് പറയുന്നത്. എൻ്റെ മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ പൊന്തി 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 വരുന്നൊരു വാക്യമാണ്. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്ന കണ്ണ്, കണ്ടിട്ടും മതിവരാത്ത കണ്ണ്. സദൃശവാക്യത്തിൽ അതിനെ സംബന്ധിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര പാപം ചെയ്താലും മതിവരാത്ത ഹൃദയം. ദൈവത്തിന്റെ മക്കൾക്കത് ഭൂഷണമല്ല. പാപത്തോട് അങ്ങനെയുള്ള വെറുപ്പ് നമുക്കില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ജനറേറ്റ് ഇൻ മീ യുവർ ഗാഡ് എ പ്യുവർ ഹാർട്ട് that hates sin. കർത്താവേ, പാപത്തെ വെറുക്കുന്ന ഒരു ഹൃദയം എന്നിൽ അങ്ങ് ജനിപ്പിക്കണമേ. പാപത്തെ സ്നേഹിപ്പാൻ എനിക്ക് ഇടയാകരുതേ. പാപത്തിൽ രസിക്കാൻ എന്നെ അനുവദിക്കരുതേ. സ്തോത്രം. പകരം 1 കൊരിന്ത്യർ 5:9 പറയുന്നു. ഏതാച്ചാ? 1 കൊരിന്ത്യർ 5:9. വായിച്ചാട്ടെ.
ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരതികളോടോ എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. ചോദ്യം എന്താ? അപ്പം ലോകത്തിൽ വിശ്വാസികളല്ലാത്തവരോട് സംസർഗം ആകാമല്ലോ എന്നുള്ളതാണോ? അപ്പൊ നമ്മളതിന് പങ്കാളികളാവോ അവരോട് സംസർഗമായ അവരോടുള്ള സംസർഗം എന്ന് പറയുന്നത് ഇപ്പം അതും നമ്മളിപ്പോ പറഞ്ഞത് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അപ്പൊ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ബന്ധമരുതെന്ന് അല്ല. അത് ലോകത്തിലുള്ള മനുഷ്യരോട് നമുക്ക് അങ്ങനത്തെ ബന്ധം പുലർത്തിയേ പറ്റൂ. അവരുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങാറുള്ളത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാകാം ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ട്. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ 5 ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിവാഹബന്ധം കൂടുക, ഇങ്ങേയറ്റം ബിസിനസ് ബന്ധങ്ങൾ പോലും. ഇപ്പം ഞാൻ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഈ തരത്തിലുള്ള പാപങ്ങളിൽ വിശ്വാസിയല്ല കേട്ടോ, രക്ഷിക്കപ്പെട്ടയാളല്ല. പക്ഷേ അദ്ദേഹം ഈ വിധത്തിലുള്ള മ്ലേച്ഛകരമായ പാപങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നയാളാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയുമായി സാമ്പത്തിക ബന്ധങ്ങൾ പാടില്ല. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ അത് പാടില്ല. അതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ ഒരുപക്ഷെ നമ്മൾ ചികിത്സയ്ക്ക് പോകുന്ന ആശുപത്രി, അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. അതല്ല ഇവിടെ പറയുന്ന കൂട്ടായ്മ. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ നമുക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ അവരിൽ നിന്ന് പോലും ഒഴിഞ്ഞിരിക്കേണ്ട ഈ മേഖലകളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. അത് ഈ വിധമായ എല്ലാ മേഖലകളുണ്ട്. ആത്മീയ കൂട്ടായ്മകൾ വിശേഷിച്ച് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസക്തമായ വിഷയം. സങ്കീർത്തനം 101:3. ഞാനൊരു സാംസ് 101:3. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് വരികയില്ല. പാപം അതാര് ചെയ്താലും നമുക്ക് വെറുപ്പ് ഉളവാക്കുന്നതാകണം. ആരുടെയും പാപത്തിൽ നമ്മൾ പങ്കാളികളാകരുത്. എന്നാൽ ലോകത്തിൽ, രക്ഷിക്കപ്പെടാത്ത ലോകത്തിൽ, അതിൻ്റെ വ്യവസ്ഥിതി മുഴുവനും പാപപങ്കിലമാണ്. The entire world system is abominable, subject to
സിൻഫുൾനെസ്, ലോകത്തിന്റെ വ്യവസ്ഥിതി. അതുകൊണ്ടാണ് ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുതെന്ന് തിരുവെഴുത്ത് പറയുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ ഈ തരത്തിലുള്ള അധർമ്മങ്ങൾക്ക് അടിമയാകാം. പക്ഷെ ഞാൻ അയാളുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ പോലീസുകാരുണ്ടെന്നിരിക്കട്ടെ, ട്രാഫിക് പോലീസ് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്കാരെ പിടിച്ച് ഫൈൻ അടിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം പുറകിൽ കൂടെ കൊണ്ടുവന്ന ഒരു 100 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ എത്രയിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അവരങ്ങ് വിടും. അതിന്റെ പങ്ക് പറ്റുന്ന മുഴുവൻ ടീമുണ്ട്. ആ മേടിക്കുന്ന ഒരാൾക്ക് മാത്രമുള്ളതല്ല. അതിപ്പം പോലീസുകാർ തന്നെ ആകണമെന്നില്ല. പല ആശുപത്രികളിലും ഡോക്ടേഴ്സ് ഇത് തന്നെയാ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഇടയില് നമുക്ക് തന്നെ ഒരു ഡോക്ടർ ഒരു സർജറി നിർദ്ദേശിച്ചാൽ അന്നേരമേ നമ്മൾ സർജറിക്ക് ഒരുങ്ങത്തില്ലല്ലോ. നമ്മൾ പറയും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. 2-3 പേരെയെങ്കിലും നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഈ ലോകത്തിൽ ഒരു വ്യവസ്ഥിതിയുണ്ട്, ഒരു സിസ്റ്റം. നമ്മളതിന്റെ ഭാഗമാണ്. പക്ഷേ അതിൽ നമ്മൾ മാത്രമായിരിക്കും രക്ഷിക്കപ്പെട്ടയാള്. മറ്റുള്ളവരാരും രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. അവരൊക്കെ പലതരത്തിലുള്ള അകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാകാം. പക്ഷെ നാം ഒറ്റയ്ക്കാണെങ്കിലും അതിലൊന്നും പങ്കാളികൾ ആകാതെ മാറി നിൽക്കുക. അപ്പം ലോകത്തിലുള്ള രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഇവരോട് നമുക്ക് അകൽച്ചയില്ല. അവരുടെ കൂടെ നമുക്ക് സംസാരിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തേ പറ്റൂ. പക്ഷെ അവരുടേതുപോലെയുള്ള ചെയ്തികളിൽ നമ്മൾ ഏർപ്പെടാതെ മാറി നിൽക്കുക. അതേസമയം സഭയ്ക്കകത്താണെങ്കിലോ ഇങ്ങനെയുള്ളവരുമായി ആത്മീയ കൂട്ടായ്മ പാടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പലരും സാമുദായിക സഭകൾ വിട്ടുമാറിയത്. പക്ഷെ ഇന്നലത്തെ നമ്മൾ സംസാരിച്ചതുപോലെ അവിടമൊക്കെ വിട്ടുപോരുന്നെങ്കിലും എന്ത് വിശേഷതയുണ്ട്? അതാണ് ചോദ്യം. വ്യക്തമാണോ? പാസ്റ്റർ, സഭയിൽ ഇങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ കാണും. ചിലപ്പോൾ രാഷ്ട്രീയക്കാരും അവരുടേതായ പ്രവർത്തികൾ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവരുമായിട്ട് തിരുത്താഴം എന്തോ ചെയ്യും? അവരെടുക്കുന്നു, നമ്മളും എടുക്കുന്നു ഒരു കോളിൽ. അവരോട് മാറിയിരിക്കാൻ പറയാൻ പറ്റുമോ? അവനെ വിധിക്കുന്നത് ആര്? അങ്ങനെയുള്ളവരെ, അകത്തുള്ളവരെ വിധിക്കുന്ന കാര്യമാണ് ഈ ഭാഗത്ത് ഇപ്പോ ജോണച്ചാൻ വായിച്ച 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പുറത്തുള്ളവനെ വിധിക്കുവാൻ ഞാൻ ആര്? അപ്പോൾ പൗലോസ് അവിടെ പറയുന്നത് അകത്തുള്ളവനെ നമുക്ക് വിധിക്കാം. അകത്തുള്ളവർ ഇത്തരക്കാരായാൽ അവരോട് സംസർഗം അരുത്. കർത്തൃദാസന്മാർ ചെയ്യേണ്ട കാര്യം സഭാവിശ്വാസികൾ കയറി ചെയ്യാൻ പറ്റും?
സഭയിൽ നമ്മുടെ വേദപുസ്തക നിലപാട് സഭയിലുള്ള ആർക്കും വ്യക്തമാക്കാം. ഇപ്പൊ തിരുവത്താഴം വരുന്നുണ്ടെ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയാ ഇന്നാര് ഭക്ഷിക്കരുത് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, വേണ്ട. ആ കൃത്യമായ ഉപദേശം കൊടുക്കാമല്ലോ. അത് പറയാൻ പറ്റും. കൃത്യമായ ഉപദേശം കൊടുക്കാം. ആ ഒരു നിലപാട് സഭ സ്വീകരിക്കണം. സഭ സ്വീകരിക്കണം, അതാണ് വിഷയം. അതെ, ഒരു വ്യക്തിയായിട്ട് അവിടെ ഇടയ്ക്ക് കയറി നിന്നാൽ ശരിയാവില്ല. വ്യക്തിയായിട്ടല്ല, സഭ. അതെ, സഭ ആ നിലപാട് സ്വീകരിക്കണം. അതിൽ ശുശ്രൂഷകനും ദൈവസഭയുടെ പ്രാദേശിക സഭയുടെ നടത്തിപ്പുകാരും ഉൾപ്പെടും. ആ സഭയ്ക്ക് അതിൻ്റെതായ ഒരു ചട്ടക്കൂടും വ്യവസ്ഥിതിയും വേണം. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതനിവാര്യമാണ്. സഭ മുഴുവനായിട്ട് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ? അയാൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, അതല്ലാതെ അയാൾക്ക് ഇപ്പൊ എല്ലാരെയും കൂടെ മാറ്റി നിർത്താൻ പറ്റും? അയാൾക്ക് ഒറ്റയ്ക്ക് മാറി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അയാൾ തിരുവത്താഴം എടുക്കാതിരിക്കുന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മള് കുറ്റക്കാരാവും. നമ്മള് മാറി നമ്മളെ കുറ്റക്കാരാവും. തിരുവത്താഴം മാത്രമല്ല അവിടുത്തെ വിഷയം. തിരുവത്താഴം മാത്രമല്ല അവിടുത്തെ വിഷയം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ സഭയെ അതിൽ താല്പര്യപ്പെടാതെ പറയാ, അയ്യോ അയാൾ അങ്ങനെ ഉള്ളവനാ ഇങ്ങനെയുള്ളവനാ ഞങ്ങളെ സഹായിക്കുന്നവനാ പറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പറച്ചിലിനൊരു പ്രസക്തി ഇല്ലാതെ പോകുമല്ലോ. അങ്ങനെ ഭൂരിപക്ഷം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പോയത് കൊണ്ടല്ലേ നമ്മൾ സമുദായ സഭകൾ വിട്ടുപോരുന്നത്? അപ്പോൾ ദൈവസഭ എന്ന് വിളിക്കപ്പെടുന്നത് ഭൂരിപക്ഷം പേരും ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഒരാളിനെ ദൈവം യഥാർത്ഥ കാഴ്ചപ്പാടോടുകൂടെ സഭയിൽ നിർത്തിയിരിക്കുന്നത് ആ സഭയെ ദൈവം തള്ളിക്കളയുന്ന അവസ്ഥയിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഉൽപ്പത്തി 18-19 അധ്യായങ്ങൾ, അവിടെ ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ വരുന്നു. അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഒരു 50 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ് കുഴപ്പമില്ല, അവർ നിമിത്തം ഞാൻ മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കാതിരിക്കാം. ഒടുവിൽ അത് 10ലേക്ക് താണു. അത് 10ലേക്ക് താണപ്പോൾ അബ്രഹാമും ദൈവവും തമ്മിലുള്ള സംഭാഷണത്തിൽ 10 എന്നത് ഏറ്റവും അടിസ്ഥാനപരമായി അന്ന് വെച്ചൊരു കാര്യമാണ്. മിനിമം നമ്പർ ഓഫ് റൈച്ചസ് 10 ആക്കി. അതിൽ താഴേക്ക് അബ്രഹാം എത്തിയില്ല. അവിടെയും കർത്താവ് പറയുന്നു, ശരി 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർ നിമിത്തം മറ്റേ ഭൂരിപക്ഷത്തെ നശിപ്പിക്കാതിരിക്കാം. പക്ഷെ അത്രയും പോലും ഉണ്ടായില്ല. ഇത് ദൈവത്തിന്റെ തത്വമാണ്. ഞാൻ ആവർത്തിച്ചു പറയാറുള്ളതാ, പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ കൂട്ടത്തില്. എന്ന് വെച്ചാൽ ഒരു സഭ, ഒരു പ്രാദേശിക സഭ, അതിന് ഈ സംഘടനയായിക്കോട്ടെ പ്രസ്ഥാനമായിക്കോട്ടെ, പ്രാദേശിക സഭയിൽ നമുക്ക് തുടങ്ങാം. അതിൽ ഭൂരിപക്ഷം പേരും പാപത്തിന് അടിപ്പെട്ട് വചനവിരുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിലും ഒരു ന്യൂനപക്ഷം അവിടെ ഉണ്ടെങ്കിൽ ആ ന്യൂനപക്ഷം നിമിത്തം ദൈവത്തിന്റെ മിനിമം സംഖ്യയെങ്കിലും ഉള്ള ആ ഒരു ന്യൂനപക്ഷം വിശുദ്ധന്മാരായിട്ടുണ്ടെങ്കിൽ അവർ നിമിത്തം ഭൂരിപക്ഷം വരുന്ന പാപ സമൂഹത്തെ ദൈവം ശിക്ഷിക്കാതെ നിർത്തും, ദയ നീട്ടിക്കൊടുക്കും.
കരുണ ദീർഘമാക്കും, ഒരവധിയും കൂടെ കൊടുക്കും. ആ അവധിക്കകം അവർ ആ ഭൂരിപക്ഷം വരുന്ന പാപത്തിൽ വീണ് കിടക്കുന്ന സമൂഹം, സഭയ്ക്കകത്തുള്ള സമൂഹം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ ദൈവം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെയുള്ള നീതിമാന്മാരായ വിശുദ്ധന്മാരായിട്ടുള്ളവരെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ആ സഭയിൽ നിന്നും മാറ്റിയിട്ട് ആ സഭയെ ശിക്ഷിക്കത്തക്ക രീതിയിൽ പാപികളുടെ ഭൂരിപക്ഷമുള്ള, രക്ഷിക്കത്തക്കതുപോലെ നീതിമാന്മാരില്ലാത്ത ഒരു സംഘമാക്കി മാറ്റും, സംഘമാകാൻ അനുവദിക്കും. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദൈവം ചെയ്യുന്നത് എഫെസോസിലെ സഭയ്ക്ക് വെളിപ്പാട് 2-ാം അധ്യായത്തിൽ ദൂത് പറഞ്ഞതുപോലെയാ. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കും. ഇങ്ങനെ ഈ വിശുദ്ധന്മാരുടെ ന്യൂനപക്ഷത്തെ തമ്പുരാൻ അവിടെ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളരുതാത്തവരുടെ ഒരു ഗുഹയായിട്ട്, കള്ളന്മാരുടെ ഗുഹയായിട്ടും തീരും. പിന്നെ അതിന് ഏത് നിലവാരമില്ല. നിലവിളക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമല്ലോ. No more you will be considered a church. ഇനിയും നിന്നെ സഭയായിട്ട് കൂട്ടാക്കാൻ ഒക്കത്തില്ല. സഭയുടെ ആ ഒരു ദർജ, സഭയുടെ ആ ഒരു സ്ഥാനം പിന്നെ ആ കൂട്ടത്തിന് കാണില്ല. അവര് പിന്നെ വെറുതെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഒരു ക്ലബായിട്ട് കൂടി വരുന്നു, തിന്നുന്നു, കുടിക്കുന്നു, പോകുന്നു. ദൈവത്തിന് ആ സംഘവുമായിട്ടൊരു ബന്ധമില്ല. ഇന്നത്തെ പല പ്രാദേശിക സംഘടനാ സഭകളും ഈ തരത്തിലെ വെറും സംഘങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോരാനുള്ള കൽപ്പന വിശുദ്ധന്മാർക്കുണ്ട്. പല സഭകളിൽ നിന്നും, പ്രാദേശിക സഭകളിൽ നിന്നും തമ്പുരാൻ ചൊവ്വുള്ളവരെ മാറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനതിന് സാക്ഷിയാ. പല സഭകളിലും കഴിഞ്ഞ 33 വർഷങ്ങളായിട്ട്, അതിനു മുമ്പും ശുശ്രൂഷയിൽ പരിചയമില്ലെങ്കിലും കണ്ടിട്ടുണ്ട്. ചില സഭകളെ തമ്പുരാൻ ശുദ്ധീകരിക്കും. അവിടെയുള്ള വേണ്ടാത്തവരെ പറിച്ചു മാറ്റി ആ സഭയെ ശുദ്ധീകരിക്കും. തമ്പുരാൻ ചിലപ്പോൾ തിരിച്ചു ചെയ്യും. ന്യൂനപക്ഷമായിട്ടുള്ള വിശുദ്ധന്മാരെ പതിയെ അവിടെ നിന്ന് ചിലപ്പോൾ ട്രാൻസ്ഫർ കൊടുത്ത്, ചിലപ്പം റീസെറ്റിൽമെന്റ് കൊടുത്ത് ഒക്കെ ഇങ്ങനെ മാറ്റിക്കളയും. ചിലർ ചിലപ്പോൾ സ്വാഭാവിക മരണത്താൽ പോലും മാറിപ്പോകും. പിന്നെ അവിടെ ചുരുതനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഔഷധമായിട്ടുള്ള ചെടികൾ മുഴുവനും അവിടുന്ന് പറിച്ചു മാറ്റി. പക്ഷെ നമ്മളിത് അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. പക്ഷെ മറിഞ്ഞിരിക്കുന്ന വലിയൊരു സത്യം വെളിപ്പെട്ടു. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. ദൈവം ഇത് ചെയ്യും. മുമ്പും നമ്മൾ ചിന്തിച്ചതുപോലെ യഹസ്കേൽ പറയുന്നുണ്ടല്ലോ, യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന സകല, ഓർമ്മയുണ്ടായിരിക്കും, മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന വിശുദ്ധന്മാരുടെ നെറ്റിമേൽ മുദ്രയിടുക.
മുദ്രയിട്ട് കഴിയുവോളം ആരെയും വെട്ടരുത്, കൊല്ലരുതെന്ന് വെൺമഴു ധരിച്ച പുരുഷന്മാരോട് പറയുന്നു. 9-ാം അധ്യായം അല്ലേ യെഹെസ്കേൽ? 9:1 മുതൽ. സ്തോത്രം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ നഗരം യെരുശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ. യെരുശലേമിൽ മ്ലേച്ഛതയോ? അതെ. കുറച്ചു ദിവസം മുമ്പാണല്ലോ ഞാൻ പറഞ്ഞത്, സാധാരണ ജനങ്ങൾ, പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാവ്, ഇവരെല്ലാവരും ഒരുപോലെ മ്ലേച്ഛത ചെയ്യുകയാണ്. സാധാരണ ജനങ്ങളും പ്രഭുക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാവും ഒരുപോലെ. അതിനിടയിൽ ഒരു ന്യൂനപക്ഷമുണ്ട്, പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ വയ്യ. നോട്ട് ഇൻ എ പൊസിഷൻ ടു റെസ്പോണ്ട്. പിന്നെ അവരൊരു കാര്യമേ ചെയ്യുന്നുള്ളൂ, 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ഭൂരിപക്ഷത്തിന്റെ പാപത്തിൽ അവർ പങ്കാളികളാകുന്നില്ല, അവരെ പോലെ അവർ ജീവിക്കുന്നില്ല. 2, ഈ അധികാരവർഗത്തോട് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായി തീർന്നെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് നെടുവീർപ്പിട്ട് കരയുന്നെന്നാ അവിടെ പറയുന്നത്. നെടുവീർപ്പ് നമുക്കറിയാം, വാക്കുകളില്ല. ഇടയ്ക്കിടയ്ക്ക് വലിച്ചുവിടുന്ന ഒരു ശ്വാസം. സായി ആൻഡ് ക്രൈ, ദീർഘശ്വാസം വിടുക. വാക്കുകളില്ല, പക്ഷേ ആ ദീർഘനിശ്വാസങ്ങൾക്ക് ദൈവം ഭാഷ കൊടുത്ത് അത് പ്രാർത്ഥനകളായി സ്വീകരിക്കുന്നു. എന്നിട്ട് ദൈവം അതിൽ ഇടപെടുന്നു. നമ്മൾ കൂടി നിൽക്കുന്നിടത്ത് ഭൂരിപക്ഷം അങ്ങനെയുള്ളവരാണ്. നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറി നിന്ന് ഈ കാര്യം ചെയ്താൽ മതി. എന്തേ? നെടുവീർപ്പിട്ട് കരയുക. സ്തോത്രം. ഞാനത് ചെയ്തിട്ടുള്ളയാളാ. ഞാനും എൻ്റെ കുടുംബവും അത് ചെയ്തിട്ടുള്ളയാളാ. ഞങ്ങളായിരുന്ന ഒരു പ്രാദേശിക സഭയിൽ ഞങ്ങളും കൂടെ അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സാ. ആ സഭയുടെ സ്ഥലവും സഭയും സംഘടനയൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അത്. പക്ഷേ ആ സഭയിൽ വന്ന ശുശ്രൂഷകൻ ഉൾപ്പെടെ ഉള്ള ചില മ്ലേച്ഛതകൾ ദൈവാത്മാവിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഞാൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു. അന്നത്തെ സഭാ സെക്രട്ടറി പാസ്റ്റർ അദ്ദേഹത്തിന്റെ വീതം തന്നു. സഭാ സെക്രട്ടറി ഒരു ദിവസം, ഒരു ഞായറാഴ്ച, എഴുന്നേറ്റ് ബൈബിൾ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ ഞാൻ ബൈബിൾ മേശപ്പുറത്ത് വെച്ചത്. കാരണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ബൈബിൾ താഴെ വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒഴിഞ്ഞ കൈകളോട് സംസാരിക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങളെക്കുറിച്ച് വളരെ നിശിതമായി സഭായോഗത്തിന്റെ മധ്യത്തിൽ സാക്ഷ്യത്തിന്റെ സമയത്ത് പറഞ്ഞു. പ്രത്യേകിച്ച് ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങൾ മുഴങ്കാലുകളിൽ മേലിരുന്ന്, ഇറങ്ങിപ്പോയൊന്നുമില്ല കേട്ടോ, ഇരുന്ന് കരഞ്ഞു, ധാരാളം കരഞ്ഞു. ശുശ്രൂഷകനും സെക്രട്ടറിയും സഭയിലെ അധികം ആൾക്കാരും അതിനോട് ചേർന്ന് നിന്നു. ഞങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഉള്ളം കൊണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് അറിയില്ല, പുറമെ അറിയില്ലായിരുന്നു. കുറെ നാളുകൾ ഞങ്ങൾക്ക് കരയേണ്ടി വന്നു, നെടുവീർപ്പിടേണ്ടി വന്നു. ഒടുവിൽ ദൈവം ആ വിഷയങ്ങളിൽ ഇടപെട്ടു. നമുക്കത് ചെയ്യാൻ പറ്റും.
സഭ വിട്ടുപോകാൻ ഞാൻ പറയുന്നില്ല. ഒന്നുകിൽ വിട്ടുപോകാൻ ദൈവം തന്നെ മുഖാന്തരം ഒരുക്കും. അങ്ങനെയാണെങ്കിൽ പൊക്കോണം. ഇത് ഞാൻ സ്ഥാപിച്ച സഭയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടൊന്നും നിൽക്കണ്ട. അയ്യോ, ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ബാക്കി കാര്യം എങ്ങനെ ആകുമെന്ന് ചിന്തിക്കേണ്ട. നമ്മളല്ല സഭയെ നട്ടൊന്നും തമ്പുരാൻ നോക്കിക്കൊള്ളു. ഞാൻ ഈ പറഞ്ഞ സഭ ഞങ്ങളും കൂടെ ചേർന്ന് സ്ഥാപിച്ച സഭയാ. പക്ഷെ അവിടെ പിടിച്ചു നിന്നില്ല. ഈ നാളുകളൊക്കെ അവിടെ നിന്നു. ദൈവം മറ്റു ചില കാര്യങ്ങൾ അവിടെ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ഒന്നും മാറാൻ ദൈവം വഴിയൊരുക്കി. വിട്ടുപോരുന്നു. അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പോയില്ല. ശവക്കോട്ടയ്ക്കും സെല്ലിനും ഇഷ്ടികയ്ക്കും ഒന്നിനും പോയില്ല. അപ്പൊ ഈ നിലയിൽ നാം വേർപാട് അനുഷ്ഠിക്കുന്നവരായി തീരുക. ഞാൻ വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. വിശുദ്ധന്മാരായിട്ടുള്ളവരെ തമ്പുരാൻ അവിടെ നിന്നും പറിച്ചു മാറ്റും. എന്നിട്ട് ആ സഭയെ സഭയല്ല എന്ന് ദൈവം കണക്കാക്കും. നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. നമ്മുടെയൊന്നും കൂടിവരവുകളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വല്ലതും അരുതാത്തത് കണ്ടാൽ നാം ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. സ്തോത്രം. കുറേയൊക്കെ കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. സമയം ഇന്നലത്തെ പോലെ തന്നെ ഒത്തിരി കൂടിപ്പോയത് കൊണ്ട് അങ്ങ് നിർത്തുക. ബാക്കിയുണ്ടെങ്കിൽ നാളെ ചോദിക്കാം, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ. നമുക്ക് ആ നെടുവീർപ്പിട്ട് കരയുന്ന ദൈവം മുദ്രയിടുന്ന വ്യക്തികളായി തീരുവാൻ സ്തോത്രം നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.